പാകിസ്ഥാന്റെ കൈവശമുള്ളത് ചൈനയുടെയും അമേരിക്കയുടെയും തുർക്കിയുടെയും ആയുധങ്ങളും പോർമുരയും ആണെന്നുള്ള കാര്യം ഏവർക്കും അറിയാം. തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഇന്ത്യ നിമിഷ നേരം കൊണ്ട് വെടിവെച്ചിട്ടത് നമ്മളേവരും കണ്ടതായിരുന്നു. അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് വാങ്ങിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ആക്രമണം കണ്ടതാണ്. എന്നാൽ വ്യോമ മേഖലയിൽ കരുത്തുകാട്ടി ഇന്ത്യക്ക് നേരെ പാഞ്ഞെടുത്ത അമേരിക്കൻ പോർമുനകളുടെ അവസ്ഥ എന്താണ്? അതും ഇന്ത്യയുടെ സുദർശന ചക്രം വെടിവെച്ചിട്ടു എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടയിൽ പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന കാര്യം അടിവരയിട്ട് പറയുകയാണ് എയർ ചീഫ് മാർഷൽ AP സിംഗ്. അതിൽ 5 എണ്ണം യുദ്ധവിമാനങ്ങൾ കൂടിയാണ്. S-400 എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടിരിക്കുന്നതെന്നും AP സിംഗ് പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് സംബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേനാ മേധാവി ഇതാദ്യമായിട്ടാണ് ഒരു സ്ഥിരീകരണം നൽകുന്നത്. നേരത്തെ തന്നെ 6ഓളം പാക് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന ചില വാർത്തകൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ അതിൽ ഉന്നത അധികാരികളുടെയോ സൈനിക മേധാവിയുടെയോ ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിലൊരു കൃത്യമായ വിശദീകരണം പുറത്തുവിട്ടിരിക്കുന്നത്. ബംഗളൂരുവിൽ വെച്ച് ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു എയർ ചീഫ് മാർഷലിന്റെ ഈ തുറന്നു പറച്ചിൽ. യുദ്ധവിമാനങ്ങൾക്ക് പുറമേ ഇന്ത്യ വെടിവെച്ചിട്ട മറ്റൊരു വിമാനം 300 കിലോമീറ്ററുകൾക്കപ്പുറമായിരുന്നു ഉണ്ടായത്. S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് ആ വിമാനത്തെയും കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെടിവെച്ചിടാനായി കഴിഞ്ഞത്. അവ കൃത്യമായി ലക്ഷ്യം കണ്ടു. S-400 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഈ ഒരു യുദ്ധത്തിൽ, ഈ ഒരു സംഘർഷ സാഹചര്യത്തിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് AP സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഭാവിയിലും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഒട്ടനവധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായി S-400 സാധിക്കും. നമ്മുടെ രാജ്യത്തോട് ചെയ്തതിനുള്ള തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ നോട്ടമിട്ട് ആക്രമിച്ചത്. പാകിസ്ഥാൻ ആകട്ടെ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടി നടത്താനായി ശ്രമിച്ചു. ഇന്ത്യ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ പാകിസ്ഥാനിലെ ജക്കബാദ് വ്യോമത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന F-16 ജെറ്റുകളും ബളാരി വ്യോമത്താവളത്തിൽ വ്യോമ നിരീക്ഷണത്തിന് രൂപകൽപ്പന ചെയ്ത AEW ആൻഡ് CELT-INT എന്ന വിമാനവും ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചു. ആക്രമിക്കപ്പെട്ട പ്രധാന വ്യോമത്താവളങ്ങളിലൊന്നായിട്ടുള്ള ഷഹബാസ് ജക്കബാദ് വിമാനത്താവളം എന്നുള്ളത്, ഇവിടെ ഒട്ടനവധി F-16 വിമാനങ്ങളുടെ ഹാങ്ങർ ഉണ്ട് എന്നുള്ള വിഷയം ഇതൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്ന വിവരമായിരുന്നു. ഈ ഹാങ്ങറിൻ്റെ പകുതിയും ഇല്ലാതായിട്ടുണ്ട്. അകത്ത് ചില വിമാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവയ്ക്ക് കേടുപാടുകളും അവിടെ വെച്ച് സംഭവിച്ചുവെന്ന് AP സിംഗ് വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചതിനെ പരാമർശിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നത്. വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ ഈ മിഷന് സാധിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. വളരെ വിജയകരമായിരുന്നു തങ്ങളുടെ കണ്ടുപിടുത്തമെന്ന കാര്യത്തിലും ഇന്ത്യ അത് പാകിസ്ഥാന് മേൽ പ്രയോഗിച്ചു എന്ന കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഇസ്രയേൽ നിർമ്മിതമായ ബരാക്ക് 8 മിസൈലുകളും ഹാർപ്പി ഡ്രോണുകളും അടക്കമായിരുന്നു ഇന്ത്യ ഉപയോഗിച്ചത്. സംഘർഷവേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അക്കാര്യം ഹമാസിനെ ഇല്ലാതാക്കാൻ ഗാസയ്ക്കെതിരായിട്ടുള്ള സൈനികാക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം നെതന്യാഹു ഇക്കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുള്ളത്. തങ്ങൾ മുൻപ് നൽകിയ ആയുധങ്ങൾ യുദ്ധകളത്തിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. ഞങ്ങൾ വികസിപ്പിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷി യുദ്ധകളങ്ങളിൽ പരീക്ഷിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. അവ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന കാര്യം ഞങ്ങൾക്ക് വ്യക്തമാണ്. ഞങ്ങൾക്ക് ശക്തമായ ഒരു അടിത്തറയുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ തന്നെ ബരാക്ക് മിസൈലുകളും ഹാർപ്പി ഡ്രോണുകളും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 മിസൈൽ ഇന്റർസെപ്റ്ററുകളും സൈന്യം മികവ് തെളിയിച്ചിരുന്നു. റഡാർ സംവിധാനങ്ങളെ തകർക്കാൻ ഹാർപ്പി ഡ്രോണുകൾ സഹായിക്കും. മാരക സ്ഫോടക ശേഷിയുള്ള പോർമുനകൾ വഹിക്കുന്ന ഇവ ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ നിലംപരിശാക്കി. ദീർഘദൂര ശേഷിയുള്ള ഭൂമിയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ബരാക്ക് 8 എന്ന് പറയുന്നത്. ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെ ഉൾപ്പെടെ വെടിവെച്ച് വീഴ്ത്താൻ ഇവയ്ക്ക് സാധിക്കും. 360 ഡിഗ്രി കവറേജും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഉന്നം വയ്ക്കാനും ഇവയ്ക്ക് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. ഇത് കരയിൽ മാത്രമല്ല കപ്പലിലടക്കം ഇവ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതേ തുടർന്ന് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്ന മുരുട്കെ അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളടക്കം വ്യോമസേനാ മേധാവി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മർക്കസ് സുബാനല്ല, മർക്കസ് ത്വയ്ബ, സജ്ജാൽ തെഹ്റ കലാൻ, മഹ്മൂന ജൂയ, മർക്കസ് അലെ ഹദീസ്, അതുപോലെ മർക്കസ് അബ്ബാസ്, മസ്കർ
റഹീൽ ഷാഹിദ്, ഷവായ് നല, മർക്കസ് സൈദിന ബിലാൽ എന്നീ 9 ഭീകര താവളങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു വിഷയം ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തെയാണ്. അദ്ദേഹം അത് വളരെ വലിയ രീതിയിൽ തന്നെ പ്രകീർത്തിക്കുകയും ചെയ്തു. കാരണം സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായിരുന്നു. അത് പൂർണ്ണമായും തങ്ങൾക്ക് ലഭ്യമായി എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് കാരണം രാഷ്ട്രീയ നേതൃത്വം കൂടിയാണെന്നാണ് AP സിംഗ് പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടി, ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എല്ലാ വകുപ്പുകളും തമ്മിൽ കൃത്യമായ ഏകോപനവും ഒത്തൊരുമയും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. കര, വ്യോമസേന, നാവികസേനയുടെ കൃത്യമായ ഏകോപനം തന്നെയാണ് ഇതിൽ കാണാനിടയായത്. തങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും അതിൽ നൽകിയിരുന്നു. എത്ര മുൻപോട്ട് പോകണമെന്നുള്ളത് തങ്ങളുടെ മാത്രം തീരുമാനമായിരുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റേതായിരുന്നില്ല. സൈന്യത്തിന് പൂർണ്ണ അധികാരം ഇക്കാര്യത്തിൽ ലഭിച്ചിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാന് മേൽ കൃത്യമായ മേൽക്കോയ്മ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് 4 ദിവസത്തിനുള്ളിൽ ഇത്രയധികം നാശനഷ്ടമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചതെന്നുമാണ് AP സിംഗ് പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ സ്വയം തങ്ങൾ തന്നെ ഏർപ്പെടുത്തിയതായിരുന്നു. എത്രത്തോളം തീവ്രത കൂട്ടണമെന്ന് തീരുമാനിച്ചത് നാം തന്നെയായിരുന്നു. പദ്ധതി ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും പിന്തുണയും ഉണ്ടായിരുന്നു. പക്വതയുടെ കാര്യങ്ങളെ സമീപിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്ത്യയുടെ ആക്രമണങ്ങൾ കണക്കുകൂട്ടിയുള്ളതായി മാറിയത്. കര, വ്യോമ, നാവികസേനകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചുവെന്നും AP സിംഗ് വ്യക്തമാക്കി. രാഷ്ട്രീയ നേതൃത്വം കൽപ്പിച്ച ചില നിയന്ത്രണങ്ങൾ കാരണം ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ചില യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ പ്രതിരോധ അറ്റാഷെ ക്യാപ്റ്റൻ ശിവകുമാർ ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു. ഇതിന് പിറകെയാണ്, എന്നാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള നിയന്ത്രണവും തങ്ങൾക്ക് മേൽ ഉണ്ടായിരുന്നില്ല എന്ന് വ്യോമസേന മേധാവി തന്നെ പറയുന്നത്. മുൻപ് പുൽവാമ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ മറുപടിയായിരുന്ന ബലാക്കോട്ട് ആക്രമണത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു. ബലാക്കോട്ട് സംഭവത്തിൽ അകത്തു നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന യാഥാർത്ഥ്യം ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തുന്നത് വലിയൊരു വിഷയമായി മാറി. അകത്ത് സംഭവിച്ചതിനെക്കുറിച്ച് ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടായിരുന്നു. വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചത് സംബന്ധിച്ച് ഇന്റലിജൻസ് വിവരങ്ങൾ കിട്ടിയിരുന്നു. അന്ന് നിരവധി ഭീകരരെ നാം കൊല്ലപ്പെടുത്തി. പക്ഷേ അതൊന്നും തന്നെ ഇന്ത്യൻ ജനതയെ തെളിവുകളടക്കം ബോധ്യപ്പെടുത്താനായി കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അതുൾപ്പെടെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിലെ സന്തോഷമടക്കമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പഹൽഗാമിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ 22-നായിരുന്നു 26 സാധാരണ ഇന്ത്യക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സൈനിക മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ ആവിഷ്കരിച്ചത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. 100-ലധികം തീവ്രവാദികളെയാണ് ഇന്ത്യ കൊലപ്പെടുത്തിയത്. മെയ് 7-ന് അർദ്ധരാത്രിയിൽ തുടങ്ങിയ സൈനിക നടപടി 4 ദിവസം നീണ്ടു നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ DGMO തലത്തിൽ ബന്ധപ്പെടുകയും കരഞ്ഞു കാല് പിടിച്ച് വെടിനിർത്തലിനായി അഭ്യർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു ഏറ്റവും ഒടുവിലുണ്ടായത്. ഇതിനിടയിൽ അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് മേൽ താരിഫ് യുദ്ധമാണ് അമേരിക്ക നടത്തുന്നത്. 25% എന്നുള്ളത് വീണ്ടും 25% കൂട്ടി 50%ത്തിലേക്ക് താരിഫ് വർധന പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ട് മുൻ അമേരിക്കൻ സെനറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി കുട്ട് ക്യാമ്പൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപിന്റെ നിലപാട് ഇന്ത്യ US ബന്ധത്തെ ഏറെ പ്രതിസന്ധിയിലാക്കിയെന്നും മോദി ഒരിക്കലും ട്രംപിന് മുന്നിൽ മുട്ടുമടക്കരുതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. CNBCക്ക് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു ഇന്ത്യക്ക് നൽകുന്ന പിന്തുണ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ത്യ US ബന്ധം ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് പുറകെ കൂടുതൽ പ്രതിസന്ധിയിലായെന്നാണ് കുട്ട് ക്യാമ്പൽ പറയുന്നത്. 21-ാം നൂറ്റാണ്ടിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഇന്ത്യയുമായിട്ടുള്ളതായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ പ്രതിസന്ധിയിലാക്കി. ട്രംപ് ഇന്ത്യയെയും മോദിയെയും പറ്റി സംസാരിച്ച രീതി അത് ഇന്ത്യൻ സർക്കാരിനെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് ക്യാമ്പൽ പറയുന്നത്. ഒരു കാരണവശാലും ട്രംപിന് മുന്നിൽ മോദി മുട്ടുമടക്കരുതെന്നും ക്യാമ്പൽ പറഞ്ഞിട്ടുണ്ട്.